എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയം ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യട്ടെ. ലോകമെമ്പാടും ക്രൂശീകരണവും ഉയർപ്പും ആഘോഷിക്കുന്ന ഈ സമയത്ത് യേശുവിന്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയം നിങ്ങളത് ഷെയർ ചെയ്യട്ടെ. ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാം ദിവസം ഒരു ഉയർപ്പുള്ളൂ. യേശുവിന്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒന്ന്, ഈ ഭൂമിയിൽ അനേക സംഘടനകളുണ്ട്, അനേക നേതാക്കളുണ്ട്, അനേക അണികളുണ്ട്. എല്ലാ സംഘടനയിലും നേതാക്കൾക്ക് വേണ്ടി അണികൾ കൊല്ലപ്പെടുമ്പോൾ ഒരു നേതാവ് അണികൾക്ക് വേണ്ടി മരിക്കപ്പെട്ടത് യേശുവിന്റെ ക്രൂശീകരണത്തിലാണ്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ അനേക വ്യക്തികൾ മരണപ്പെടുന്നുണ്ട്, പല കാരണങ്ങളാൽ മരണപ്പെടുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ മരണം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത, ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ അവസാന തുള്ളി രക്തവും വീണാണ് ഒരു മനുഷ്യൻ മരിച്ചത്. ഓരോ ശരീരഭാഗത്തുനിന്നും രക്തം വാർന്നു പോകുന്നതനുസരിച്ച് ആ ശരീരഭാഗം മരിക്കുകയാണ്. അങ്ങനെ അവസാനത്തുള്ളി രക്തവും വീണാണ് യേശുക്രിസ്തു മരിച്ചത്. ഈ മരണത്തിന് നമുക്ക് വേറൊരു പേര് പറയാം. ആ മരണമാണ് ഇഞ്ചിഞ്ചായി മരിക്കുക എന്ന് പറയുന്നത്. ഒരു മരണമുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാം ദിവസം ഒരു ഉയർത്തുള്ളൂ. ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിലും അനേക ക്രൂശുകളില്ലേ? നമ്മളും അനേക കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ? നമ്മുടെ ജീവിതത്തിലും ഒരു മരണം വേണ്ടേ? നമ്മുടെ ജീവിതത്തിലും ഒരു ക്രൂശീകരണം വേണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൂശീകരണം ഉണ്ടെങ്കിൽ മാത്രമേ മൂന്നാം ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പുണ്ടാകുകയുള്ളൂ. ആരാണോ ക്രൂശിക്കപ്പെടുന്നത് അവനാണ് ഉയർക്കപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിലും പലതും ക്രൂശിക്കപ്പെടാനുണ്ട്. ആ ക്രൂശീകരണം നടന്നാൽ മാത്രമേ മൂന്നാം ദിവസം നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ടാകുകയുള്ളൂ. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റണം. നമസ്കാരം.